ഹായ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ഒരു 1 വീക്ക് ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടല്ലോ. ദർ ആർ സോ മെനി പീപ്പിൾ ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ദർ ആർ ലോട്ട്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഓൾസോ. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി. താങ്ക് യു. പിന്നെ കുറേ മെസ്സേജസ് എനിക്ക് വാട്സപ്പ് മെസ്സേജസ് വന്നിട്ടുണ്ട്. മിസ് യൂട്യൂബൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് സുഖം, നല്ല രസം തോന്നുന്നുണ്ട്. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. എനിക്കത് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരിക്കുന്നത് മിസ്സേ. അത് കാരണം ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല. ഇംഗ്ലീഷ് അറിയില്ല, അതൊരു തെറ്റായ പ്രയോഗം. യു ഡോണ്ട് നോ ഇംഗ്ലീഷ്. നിങ്ങളിപ്പോൾ IELTS ചെയ്ത മിനിമം +2 കഴിഞ്ഞവർ, മാക്സിമം പോസ്റ്റ് ഗ്രാജുവേഷനും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. മിനിമം +2 കഴിഞ്ഞവരാണ് IELTS ചെയ്ത. +2 വരെ ഇയാൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ 7 കൊല്ലത്തെ പഠിപ്പില്ലേ? 5ാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് പഠിക്കണില്ലേ? 5ാം ക്ലാസ് 5 കൊല്ലം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, 5 തൊട്ട് 10 വരെ. ആൻഡ് ഓൾസോ +1 +2 ഇംഗ്ലീഷിലാണ്. +1 +2 മലയാളത്തിൽ പഠിക്കില്ലല്ലോ. ആൻഡ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർ 3 കൊല്ലം വേറെ, പോസ്റ്റ് ഗ്രാജുവേഷൻ 2 കൊല്ലം വേറെ. എന്നാലും പറയും ഇംഗ്ലീഷ് അറിയില്ല. സോ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. യു ഡോണ്ട് ഹാവ് ടു വറി. ഒന്നാമത് IELTS എഴുതണത് ഇംഗ്ലീഷ് അറിയാത്തവരാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലത്തെ ആൾക്കാർ IELTS എഴുതില്ലല്ലോ. ഇംഗ്ലീഷ് രാജ്യത്തിലെ ആൾക്കാർ IELTS എഴുതില്ല. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് IELTS. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി ആൻഡ് ഇറ്റ് ഇസ് സോ സിമ്പിൾ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ എന്താ പറയുക, എനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം വിട്ടുകളയും. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ 5 കൊല്ലം ഉപയോഗിച്ച ഇംഗ്ലീഷ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, എവിടെയോ മൂടി കിടക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാണ്ട് പൊടി തട്ടാ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയും. ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയും അല്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയും. ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും. അത്യാവശ്യം സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമറൊക്കെ ശരിയാവും. ഇനി അയാൾ എന്ന് കുറ്റം പറയൂ. നമ്മൾക്ക് മലയാളീസ്ക്കുള്ളൊരു ഇതാണ്, ഒരു കോംപ്ലെക്സ് ആണ്. ഇത് സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? യു ഹാവ് ടു പ്രാക്ടീസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ, ഇപ്പോൾ IELTS എഴുതുന്നില്ലെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഉള്ള ആൾക്കാർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഗുണം ചെയ്യും, ഇംഗ്ലീഷ് കുറച്ചും കൂടി ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഏറ്റവും നല്ല മാർഗം ഇംഗ്ലീഷ് പഠിക്കുക. ഇംഗ്ലീഷ് എന്നല്ല, ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും ഏറ്റവും നല്ല മാർഗം ഇസ് വാച്ച് ടെലിവിഷൻ. ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യുക. ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യുക. അയ്യോ മിസ്സേ, ഞാൻ എൻ്റെ കുട്ടികളോട് ഹോംവർക്ക് പറയണതാ, ആഴ്ചയിൽ ഒരു ഇംഗ്ലീഷ് സിനിമയെങ്കിലും കാണണം. ആൻഡ് സിനിമയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ കാണും, ഇതൊക്കെ കാണും. എടോ, OTT പ്ലാറ്റ്ഫോമിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ എത്ര നല്ല സീരീസൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്ത് കാണാം. അപ്പോൾ മിസ്സേ ഞാനേ വായിക്കാനിരുന്നിട്ട് എനിക്ക് ആ കഥ മനസ്സിലായില്ല. എടോ, നിങ്ങളോട് ആരാ വായിക്കാൻ പറഞ്ഞേ? വായിച്ച സമയങ്ങളിൽ യു എൻജോയ് ഫിലിം എൻജോയ് ചെയ്യൂ. കുറച്ചൊക്കെ നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? മേക്ക് എ ഹാബിറ്റ് ഓഫ് വാച്ചിങ് ദിസ് ഈവൻ ദോ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലായില്ലെങ്കിലും കണ്ട് 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 പിന്നെ അതിൽ അങ്ങനെയാവും. ഇപ്പോൾ ഈ കുഞ്ഞുമക്കളൊക്കെ, ഇന്നത്തെ കാലത്തെ കുഞ്ഞുമക്കളൊക്കെ ഇംഗ്ലീഷൊക്കെ, എല്ലാവർക്കും ഇംഗ്ലീഷും കൊറിയനും ജപ്പാനീസും മതി. മലയാളമൊക്കെ കുറച്ചൊക്കെ ആണെങ്കിൽ ഇന്നത്തെ യങ്ങർ ജനറേഷൻ. അപ്പോൾ അവർക്ക് അവർക്ക് എന്താ പറയുക, ദേ നോ ദാറ്റ് ലാംഗ്വേജ്. ഇപ്പം എൻ്റെ മോൻ ചെറുപ്പം മുതൽ എന്താണോ എനിക്കറിയില്ല, കഴിഞ്ഞ ജന്മം വല്ല ജപ്പാനീസ് ആയിരുന്നു അവൻ, എനിക്കറിയില്ല. ജപ്പാനിനോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഹീ സ്പീക്സ് ജപ്പാനീസ് ലാംഗ്വേജ് നന്നായി സംസാരിക്കും. ആൻഡ് കൊറിയൻ ഓൾസോ. ഈ സീരീസൊക്കെ അതിലേ കാണുള്ളൂ. മലയാളം മലയാളം ആർക്കും വേണ്ടല്ലോ. ഞാൻ പറയാം, മലയാളം ലിറ്ററേച്ചർ ഇസ് വൺ ഓഫ് ദ, എന്താ പറയുക, റിച്ചസ്റ്റ് ലിറ്ററേച്ചർ കേട്ടോ. അപ്പോൾ അപ്പോൾ അതവിടെ കിടക്കട്ടെ. നിങ്ങൾ ഇംഗ്ലീഷ് പുരോഗമിക്കാൻ ഏറ്റവും നല്ലത് എൻജോയ് വാച്ചിങ്. നിങ്ങളുടെ ജോണറിനനുസരിച്ചിട്ട്, ചിലർക്ക് ഹൊറർ, ചിലർക്ക് മൂവീസ്, ചിലർക്ക് ക്രൈം, ചിലർക്ക് ന്യൂസ് കാണുക. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് കാണുക. അല്ലെങ്കിൽ സ്പോർട്സ് കമൻട്രി ഇംഗ്ലീഷിലുള്ളത് കാണുക. ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി, നാഷണൽ ജോഗ്രഫി, എത്രയൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ ജോണർ വേണമെങ്കിലും നമുക്ക് കിട്ടൂലേ. ഇംഗ്ലീഷിൽ അത് കാണാം. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അത്രയും നന്നായി നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ്, നിങ്ങൾക്ക് അത് യു ഫീൽ ദാറ്റ്
നമ്മളുടെ ആ പ്രസൻസ് അതിൽ നമ്മളിപ്പോൾ നിങ്ങൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത്? മലയാളം പഠിച്ചത് 1 വയസ്സിൽ ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചത് എങ്ങനെയാ? എല്ലാവരും പറയണ കേട്ടിട്ടല്ലേ? ഇതും കേട്ട് പഠിക്കുകയാണ്. കേട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വായിച്ച് പഠിക്കണേക്കാട്ടും ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ ഈ ക്ലാസ്സസ് എക്സാം മാനേജ്മെന്റിൽ പോകുമ്പോൾ പറയും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അത് ഓൺ ചെയ്യും. അതങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ അത് കയറും. നമ്മൾ പാട്ടൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം പാട്ട് കേൾക്കുമ്പോഴേക്കും നമ്മൾ പഠിക്കില്ലേ? അതന്നെ പറയണേ, കേട്ട് പഠിക്കാൻ. ഇത് ആർക്കും തലയിൽ കയറില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല, മിസ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. സോ ഇതാണ്, യു ഡു വൺ തിങ്. നിങ്ങൾ ഇംഗ്ലീഷിനോട് കൂടുതൽ എക്സ്പോസ് ആവുക. ഇംഗ്ലീഷ് ചെറിയ ചെറിയ പുസ്തകം വായിക്കാൻ പറയും, പേപ്പർ വായിക്കാം. പേപ്പർ ഐ ഡോണ്ട് റെക്കമെൻഡ്, ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല പേപ്പർ, ന്യൂസ് പേപ്പേഴ്സ് വായിക്കാൻ. ന്യൂസ് പേപ്പർ വായിക്കാൻ താല്പര്യമുള്ള ഒരു ന്യൂസ് പേപ്പർ വായിക്കുക. ആദ്യം തന്നെ പോയി ഹിന്ദു പേപ്പർ വായിക്കില്ല ചെയ്യുക. ഹിന്ദു പേപ്പർ വായിച്ചാൽ ഒന്നും എനിക്കെന്നെ മനസ്സിലാവില്ല. അപ്പം സിമ്പിൾ ലാംഗ്വേജിലുള്ളത് തുടക്കക്കാർക്ക് പറ്റിയത് ആദ്യം വായിക്കും. നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്കറിയില്ലേ, അതിനനുസരിച്ചുള്ള ബുക്സ് വായിക്കും. പുസ്തകം വായന ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ കോൺഫിഡൻസ് വരുത്താനാണ്. അപ്പൊ യു ക്യാൻ ഡൂ ഇറ്റ്. നിങ്ങൾ ഒന്നാമത് പറഞ്ഞ് തെറ്റിക്കും. നമ്മൾ ഒരു കുട്ടി എഴുന്നേറ്റ് നമ്മൾ ഒരു ചെറുപ്പകാലത്ത് നടന്ന് വീണ് നമ്മൾ വീണ കാരണം പിന്നെ നടക്കാണ്ടിരിക്കണ്ട. നമ്മള് വലുതായും ആൾക്കാർ വീഴുന്നില്ലേ? സോ ഇറ്റ് ഹാപ്പൻസ്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ യു വിൽ നോട്ട് ടോക്ക് ലൈക്ക് എൻ ഇംഗ്ലീഷ് പേഴ്സൺ. മനസ്സിലായില്ലേ? ഇംഗ്ലീഷുകാരനെ പോലെ നിങ്ങൾ സംസാരിക്കില്ല. അപ്പോൾ അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. തെറ്റ് പറഞ്ഞ് ശീലിക്കുക. ആൻഡ് ഓട്ടോമാറ്റിക് ആ തെറ്റ് പറയുമ്പോൾ എന്താ റെസൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് തെറ്റെന്ന്. ദാറ്റ് മീൻസ് ദർ ഇസ് സം ഇംഗ്ലീഷ് ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ ആ ഇംഗ്ലീഷ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ ഞാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു നാണം മാനം ഇല്ലാണ്ട് നിങ്ങൾ പറയൂ. മറ്റുള്ളവർ പറഞ്ഞോട്ടെ, അത് അവരുടെ പ്രശ്നമല്ലേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പോസ് യുവർ സെൽഫ് ടു ഇംഗ്ലീഷ് എന്ന്. നിങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് പറയും, ഇന്ന് മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതിനെക്കാട്ടും നല്ലത് യു ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നടക്കണം. ഞാനൊക്കെ ചെറുപ്പം മുതൽ ചെയ്തിരുന്ന കാര്യങ്ങളാട്ടോ. ഇറ്റ്സ് നോട്ട് ടു ലേൺ, ബിക്കോസ് ഐ വാസ് വെരി ലോൺലി വെൻ ഐ വാസ് എ ചൈൽഡ്. വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ്. ഞാൻ ചെറുപ്പകാലം എൻ്റെ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഐ വാസ് വെരി ലോൺലി. കൂട്ടുകാരൊന്നുമില്ല, ഒരു ലോൺലി കിഡായിരുന്നു. അപ്പം എനിക്ക് പുസ്തകമായിരുന്നു ആശ്രയം. ആൻഡ് ടോക്കിംഗ് ടു മൈ സെൽഫ് വാസ് എ വെരി ഗുഡ് തിങ്. ഞാനിപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ അമ്മ ഇപ്പം ആരിനോട് സംസാരിച്ച് ചിലപ്പോൾ വിളിയേക്കും, നിന്നോടല്ല. അപ്പോൾ നിങ്ങളോട് സംസാരിക്കേ. അപ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ പ്രാന്ത്? അത് അവരുടെ വിചാരമില്ലടോ. അവർ വിചാരിച്ചോട്ടെ, താൻ പ്രാന്ത് തന്നെയല്ല, തനിക്കറിഞ്ഞൂടെ? നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യം. യു വോണ്ട് ഫീൽ ലോൺലി. അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ടേക്ക് ദ ചീഞ്ചട്ടി. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ എന്താണെന്ന് നോക്കും. സോസ്പാൻ അതെടുത്ത് വെക്കുക. ആൻഡ് ദെൻ പോർ സം വാട്ടർ, വെള്ളം ഒഴിക്കുക. ഇത് നമ്മളുടെ ഉള്ളിൽ കമൻട്രി പോലെ ചെയ്യുക. നിങ്ങളിപ്പോൾ ബസ്സിൽ പോകണേ, ആ വീട് എൻ്റെ വീടാണെങ്കിൽ ദ ഹൗസ് ഇൻ ബ്ലൂ ഇസ് മൈ കളർ, ദ ബ്ലൂ ഹൗസ് ബൈ ദ റോഡ് സൈഡ് ഇസ് മൈ ഹൗസ്. ദാറ്റ് ഇസ് മൈ ഹൗസ്. അങ്ങനെ. അല്ലെങ്കിൽ ദർ ആർ സോ മെനി ലീവ്സ്, ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ. അങ്ങനെ സിമ്പിൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെ നമ്മൾ ഇംഗ്ലീഷ് കുഞ്ഞു സെൻറ്റൻസസ് പറയുക. ആദ്യം തന്നെ കോംപ്ലക്സ് സെൻറ്റൻസും പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ആക്കണ്ട. കുഞ്ഞു സെൻറ്റൻസസ് പറയുക. ആൻഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കതൊരു രീതിയായി വരും. ആൻഡ് യു വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ്. നിങ്ങൾക്കത് മിറക്കൽ ക്രിയേറ്റ് ചെയ്യണത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ യു ആർ പ്രിപ്പയറിങ് ഫോർ ദ സ്പീക്കിംഗ് എക്സാം. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. പിന്നെ വാമപ്പ് ചോദ്യത്തിൽ ആദ്യം തന്നെ ഞാൻ പറയണമെന്ന് സ്പീക്കിങ്ങിൽ, വാട്ട് ഈസ് യുവർ നെയിം ഹണി. നിങ്ങളുടെ സ്പീക്കിംഗ് ആണ് അവർ ചോദിക്കുന്നത്. സ്പീക്കിങ്ങിൻ്റെ കേപ്പബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ എക്സാം. അപ്പോൾ 1 വേർഡ് ആൻസേഴ്സ് പറയരുത്. മൈ നെയിം ഇസ് ഹണി ദിലീപ്, യു ക്യാൻ കോൾ മീ ഹണി. മനസ്സിലായി? അതങ്ങനെ പറയാ. അതുപോലെ സെൻറ്റൻസ് രൂപത്തിൽ പറയാൻ 1 വേർഡ് ആൻസേഴ്സ് കൊടുക്കരുത് കേട്ടോ.
അതൊരു വലിയ കാര്യം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ യൂഷ്വലി സേ ദാറ്റ്. ചിലപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാണ്. അതുപോലെ കഥകൾ പറയണ്ട, ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. വാം അപ്പിൽ ഡയറക്റ്റ് ആൻസേഴ്സ് പറയാം. ടെൽ മി സംതിങ് അബൌട്ട് യുവർ ഹോം ടൗൺ. ഹോം ടൗണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഐ കം ഫ്രം കാലിക്കറ്റ്, അങ്ങനെ അങ്ങനെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാൻ ഞാൻ ആദ്യം തന്നെ പറയാം. ഹോം ടൗണിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ്, ഹോം ടൗണിൻ്റെ ഫെസിലിറ്റീസ്, അഡ്വാൻറ്റേജസ് കൂടുതൽ പറയാം, ഡിസഡ്വാൻറ്റേജ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഗുണങ്ങൾ പറയാം, പുകഴ്ത്തി പറയാം. ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ടു ലിവ്. ഇറ്റ് ഇസ് നോൺ ആസ് ദ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള അല്ലേ. ആൻഡ് famous for the different types of variety of food items that you get there, especially the non-vegetarian items. Pinna it has educational facilities parayanam. International schools and the universities, in the Calicut University is there. യാഥാർത്ഥ്യം പറഞ്ഞ പിന്നെ you have the transportation system കുറിച്ചും പറയാം. Talk about the railway transportation, airways. You have the international airport over here. യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് എയർപോർട്ടും പേര് കാലിക്കറ്റ് ആണെങ്കിൽ മലപ്പുറത്താണ് അല്ലേ. അതിപ്പോൾ പറയണ്ടല്ലോ, അവരതൊന്നും നോക്കാൻ പോണില്ല. ഓക്കെ, നിങ്ങളുടെ ഏരിയയിലേട്ടോ. അപ്പം ഞാൻ കാലിക്കറ്റിലായതുകൊണ്ട് ഞാൻ അതാണ് അങ്ങനെ പറയണത്. സോ യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്, ലൈക്ക് ദ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇത്രയൊന്നും പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടൂല, ബിക്കോസ് അവരപ്പോഴേക്കും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ബട്ട് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. നിങ്ങളുടെ നാടിനെ നിങ്ങൾക്ക് പുകഴ്ത്താൻ പറ്റുന്ന ഒരു സന്ദർഭം കിട്ടുന്നതല്ലേ, മാക്സിമം വെച്ച് പറയാ. ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള, കൾച്ചറൽ ക്യാപിറ്റൽ അല്ലേ. ആൻഡ് ഇറ്റ് ഇസ് വെൽ നോൺ ഫോർ ദ ഫെസ്റ്റിവ്സ് ആൻഡ് ദ ടെമ്പിൾസ് അല്ലേ. കൂടുതൽ ടെമ്പിൾസ്, പിന്നെ ഫെസ്റ്റീവ് ഒക്കേഷൻസും നമ്മുടെ പൂരങ്ങളൊക്കെ അവിടെയല്ലേ കൂടുതൽ. യു ക്യാൻ ടോക്ക് അബൌട്ട് ദ പൂരം, യു ക്യാൻ ടോക്ക് അബൌട്ട് തൃശ്ശൂരിൻ്റെ കുറച്ചും കൂടി കൾച്ചറൽ വൈസ് അവർ കുറച്ചും കൂടി ഇതാണ്. സോ ഓൾ ദാറ്റ്സ്. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അത് പറയുമ്പോഴേക്കും പിന്നെ എന്നിട്ടും അവർ നിർത്തുന്നത് അത് ക്യൂ കാർഡ് പോലെയൊന്നും അവർ വലിച്ചു നീട്ടൂല. 1 ലൈൻ ഓർ 2 ലൈൻ ആകുമ്പോഴേക്കും അവർ ഗോ ടു ദ നെക്സ്റ്റ്. പിന്നെ വേറൊരു കുട്ടി എന്നോട്, ഞാൻ വെൻ ഐ വാസ് ഡൂയിങ് മൈ IELTS എന്നോട് ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഡു യു സീ ഫ്രം ദ വിൻഡോ ഓഫ് യുവർ ഹൗസ്. ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡു യു സീ ഫ്രം ദ വിൻഡോ ഓഫ് യുവർ. ഐ സീ മൗണ്ടൻസ്, ഐ സീ റിവേഴ്സ്, ഐ സീ ദ സീ. ഇതെല്ലാം കൂടി എങ്ങനെയാ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ ആ നേരത്തെ നിങ്ങളുടെ വീട്ടിലെ ജനലിനെ സങ്കല്പിച്ചിട്ട് പറയണോ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പുറത്തേക്ക് കാണുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഫ്ലാറ്റിൽ, ഗൾഫിലെ കുട്ടികളൊക്കെ ഫുൾ കോൺക്രീറ്റ് ബിൽഡിങ്സ് കാണാം. ഒരു ഭാഗമൊക്കെ അത് പറയാം, പിന്നത്തെ ഭാഗം നമ്മൾക്ക് പറയാം റോഡ് ഉണ്ട്. സീ ദ പീപ്പിൾ ഇൻ ദ മോർണിംഗ്. ഇറ്റ്സ് വെരി നൈസ് ടു സീ ത്രൂ ദ വിൻഡോസ്, to see the people in a hurry going to their work, returning from their work, milkman വരുന്നതും ആൻഡ് ദ ന്യൂസ് പേപ്പർ ബോയ്സ് വരുന്നതും. ഇപ്പൊ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു ഭാഗം പാടൊക്കെ പറഞ്ഞൂടെ, ദൂരെ അവിടെ ട്രെയിൻ ഇറക്കി സംടൈംസ് ആയി. അത് ഒരു വിൻഡോയുടെ ഉള്ളിൽ കൂടിയല്ലേ. താഴത്തെ എൻ്റെ ബെഡ്റൂമിൻ്റെ വിൻഡോയിൽ നിന്ന് ഇത് കാണും. മുകളിലേക്ക് പോകുമ്പോൾ തിങ്സ് ആർ മച്ച് ക്ലിയർ. ഓരോ വിൻഡോ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണം, അല്ലാതെ എല്ലാ ഒരു വിൻഡോയുടെ ഉള്ളിൽ കൂടെ എല്ലാ കാര്യങ്ങളും കാണൂല. സോ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറയാം, സിമ്പിൾ ആയിട്ട്. സോ ഇതൊക്കെ ഐ മേക്ക് മൈ സ്റ്റുഡൻസ് ഡു ഓൾ ദീസ് തിങ്സ് ടു. പിന്നെ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. നത്തിങ് ടു വറി. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മനസ്സിലായില്ലേ. യു ത്രോ ഇറ്റ് ഔട്ട്. നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരട്ടെ. നിങ്ങളുടെ ഉള്ളിലത്തെ ഇംഗ്ലീഷിനെ പുറത്തേക്ക് വരിക. സി, നമ്മൾ ഒരു പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് ആൻഡ് യു കീപ്പ് ഇറ്റ് സംവെയർ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാൽ നിൽക്കും, അതുപോലെ മുകളിൽ പൂപ്പലും ഡസ്റ്റൊക്കെ ഉണ്ടാവില്ലേ. അതേപോലെ നിങ്ങളുടെ ഇംഗ്ലീഷ്, നിങ്ങൾ കുറേ 5-6 കൊല്ലം 7 കൊല്ലമൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതെടുത്ത് കളഞ്ഞിട്ടില്ല, അത് പോവില്ല അങ്ങനെ. അപ്പോൾ അതിനെ പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് അല്ലേ. ഇപ്പം നമ്മൾ ആ സാധനം പുതിയതാണ്, അതിൽ പൊടി തട്ടി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റൂലേ. അതേപോലെ തന്നെ ഇത് നിങ്ങൾ പൊടി തട്ടുക. നിങ്ങൾ പൊടി തട്ടുന്നതാണ് ഇംഗ്ലീഷ് പരിപാടികൾ കാണുന്നത്. അതുപോലെ എന്താണ് ഈ നിങ്ങളോട് സംസാരിക്കുന്നത്, ടോക്കിംഗ് ടു യു ഇൻ ഇംഗ്ലീഷ്. ഐ എം ഗോയിങ് ടു ഹാവ് എ ബാത്ത്.
മനസ്സിലായി? അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു വാച്ച് എ മൂവി. കുഞ്ഞു 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 സിമ്പിൾ സിമ്പിൾ സെൻറ്റൻസസ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ തല മുളച്ച് വരും. ആൻഡ് ബൈ ദ ടൈം യു ആർ റെഡി ഫോർ യുവർ എക്സാംസ് നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ഒക്കെ വരും. നത്തിങ് ടു വറി അബൌട്ട്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം പറയാം, ബോഡി ലാംഗ്വേജ് മാറ്റേഴ്സ്. ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ മുഖത്ത് ആ പേടിയും നിങ്ങളുടെ കൈയിൻ്റെ എക്സ്പ്രഷൻസും ഇറ്റ് ഓട്ടോമാറ്റിക് ബോഡി നുണ പറയില്ല, നിങ്ങൾ നുണ പറഞ്ഞാലും. മനസ്സിലായില്ലേ? ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ലാംഗ്വേജ് കോൺട്രിബ്യൂട്ട്സ് ടു ഓൺലി 7%. 7% മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ വോക്കൽ. ബാക്കിയൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയും പിന്നെ ടോണൊക്കെ വരയ്ക്കും നമ്മൾ നെർവസ് ആവുമ്പോൾ. അതേപോലെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ആകെ നെർവസ് ആകുമ്പോൾ ഇതിങ്ങനെ ചെയ്യും, പേനെടുത്ത് ഇത് ചെയ്യും, കൈ എവിടെ വെക്കണം എന്നറിയില്ല. അപ്പോൾ അതൊക്കെ നെർവസ്നെസ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി ഈസ് സ്പീക്കിംഗ് ദാറ്റ് യു ആർ നെർവസ്. നിങ്ങൾ നെർവസ് എപ്പോഴാവുന്നത്? യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു അപ്പിയർ ഫോർ ദി എക്സാം. അപ്പം നിങ്ങൾ പോയി പോലീസ് പിടിച്ച് ജയിലൊന്നും ഇടില്ലല്ലോ, പറയടോ. സോ സിമ്പിൾ. നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പറയാം. സോ ഈ ഒരു കോൺഫിഡൻസ് മാത്രം ഉണ്ടായാൽ മതി. യു ക്യാൻ ഡു യുവർ സ്പീക്കിംഗ് എക്സാംസ് വെരി വെൽ. എൻ്റെ അടുത്ത് അഡ്മിഷൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ക്യാൻ കോൺടാക്ട് മീ ത്രൂ വാട്സാപ്പ്. അഡ്മിഷൻസ് ഓപ്പൺ ആണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ടൈമിങ് രാവിലെ 8:30 ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അതിലിപ്പോൾ നിങ്ങളെ എടുത്താൻ പറ്റില്ല, ബിക്കോസ് ആ കുട്ടി കുറച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ 9:30 ഈസ് അവൈലബിൾ. പിന്നെ 10:30 അഗെയിൻ ഐ ഹാവ് എ സ്റ്റുഡൻറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ന്യൂസിലാൻഡിൽ എൻ്റെ സ്റ്റുഡൻറ്റ് കുവൈറ്റിലെ ഒരു നഴ്സ് തന്നെ, രജനി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രജനിയുടെ ഫീഡ്ബാക്കൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രജനി ഈസ് നൗ ഇൻ ന്യൂസിലാൻഡ്. ആളുടെ മോള് ഈസ് ദെയർ 10:30 ന്യൂസിലാൻഡിൽ, അവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളായാലും ദേ നീഡ് കോച്ചിങ്. ഇന്നത്തെ കാലത്ത് IELTS ഒരു ട്രെയിനിങ് വേണം കേട്ടോ, ഒരു പോളിഷ് വേണം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും അവരാവശ്യപ്പെടുന്ന ആ രീതിയിൽ ഉള്ള ആ അവതരണം വന്നിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് യു ഹാവ് ടു ഗോ ടു കോച്ചിങ്. എൻ്റെ അടുത്ത് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അല്ലെങ്കിലും നിങ്ങളൊരു ടീച്ചറിനെ സെലക്ട് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്, IDP ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പോവുക. മനസ്സിലായില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് അവർക്ക് മാത്രമേ നിങ്ങളെ കറക്റ്റ് രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. യൂട്യൂബ് വൺ വേ ആണ്. ഐ വിൽ നെവർ റെക്കമെൻഡ് യൂട്യൂബ്. വല്ലാണ്ട് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ക്യാൻ മാനേജ്. ബട്ട് ഈവൻ ദെൻ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഡോക്ടർ പ്രവീൺ സാമ്യുൽ. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാനഡയിലാണ്, വെൽ സെറ്റിൽഡ് ആണ്. ഹി ഗോട്ട് മാരീഡ് ആൻഡ് ഹി സെറ്റിൽഡ് ദെയർ. ഓർത്തോപീഡിക് സർജൻ ആണ്. സൂപ്പർ. ശശി തരൂർ പേടിച്ച് ഇരിക്കും ആളുടെ ഇംഗ്ലീഷിന്, അത്രയും നല്ല ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സസ് എടുക്കാറില്ല ആൾക്ക്. എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ക്ലാസ്സസ് അങ്ങനെ കൊടുക്കാറില്ല. പരീക്ഷയുടെ തലേ ദിവസം ഞാൻ എല്ലാവർക്കും മോക്ക് കൊടുക്കും, സ്പീക്കിങ്ങിൻ്റെ മോക്ക് കൊടുക്കും. റൈറ്റിങ്ങിൻ്റെ മോക്ക് ഫസ്റ്റ് ഡേ മുതലുണ്ട്, പക്ഷേ സ്പീക്കിങ്ങിൻ്റെ മോക്ക് ഞാൻ ഇതുവരെ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ട്രൈ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇയാൾക്ക് മോക്ക് കൊടുത്തപ്പോൾ, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ഹോം ടൗൺ. ഹീ കംസ് ഫ്രം തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ഇസ് നോൺ ഫോർ ദ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ പിന്നെ പൂരത്തിനെ കുറിച്ചായി സംസാരിക്കുന്നു. അപ്പോൾ വഴി തെറ്റി എവിടേക്കോ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹലോ, ടോപ്പിക്ക് അല്ല മിസ്, ദേ ആർ ചെക്കിങ് മൈ ഇംഗ്ലീഷ് അല്ലേ, അപ്പം വൈ ഷുഡ് ഐ ടോക്ക് അബൌട്ട് ഓൺലി ഇത്, ഐ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ്. അപ്പം ഞാൻ പറഞ്ഞു, നോ. കണ്ട, ആളുടെ ഇംഗ്ലീഷ് നല്ലതാണ്, സെൻറ്റൻസസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ആൾ വഴി തെറ്റി പോയി. ടാസ്ക് റെസ്പോൺസ് ഇല്ല. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് ആൾ പറയണത്. പിന്നെ ഒന്നും പറയുന്നില്ല. ആന ഉണ്ടാവും, പിന്നെ കുറേ ടൂറിസ്റ്റുകൾ വരും, ഇംഗ്ലീഷുകാരൊക്കെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ പോണ്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, അതവിടെ നിർത്ത്, ഇനി തിരിച്ച് തൃശ്ശൂരിലേക്ക് പോയോ. അപ്പോഴാണ് പരീക്ഷയുടെ തലേ ദിവസം ഞാൻ മോക്ക് കൊടുത്തത് നന്നായി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവണം, നല്ലതാണ്. ഇൻസ്ട്രക്ടർ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ, ഇറ്റ് ഇസ് അപ് ടു യു. ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. എൻ്റെ അടുത്ത് വന്നാൽ ഐ വിൽ ഗിവ് യു മൈ ബെസ്റ്റ്. അപ്പോൾ ഐ ഹോപ്പ് ഇത് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് സെഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാറുണ്ടത്. എനി ഗൈഡൻസ് വേണമെങ്കിൽ എന്നോടൊന്ന് വാട്സപ്പ് ചെയ്യുക, താഴെ കമൻസിലിടുക. ദാറ്റ് ഇസ് അപ് ടു യു.
ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു അതിമോഹം ഒരു ആഗ്രഹം. സോ ഇഫ് യു ക്യാൻ പ്ലീസ് സബ്സ്ക്രൈബ്. നാളെ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.